തിരുവനന്തപുരത്ത് കാമുകനെതിരെ 17-കാരിയുടെ കൊട്ടേഷൻ. അഴീക്കോട് സ്വദേശി റഹീമിനാണ് മർദ്ദനമേറ്റത്. ആക്രമണത്തിൽ റഹീമിന്റെ വലത് കൈയും വലത് കാലും ഒടിഞ്ഞു. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടി.എസ്. ഹരികൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഹരി, എന്തിനാണ് ഈ കൊട്ടേഷൻ നൽകിയത് ഈ 17 വയസ്സുകാരി? ഈ 17 വയസ്സുകാരിയായ പെൺകുട്ടിയും 50 വയസ്സുകാരനായ ആൺ സുഹൃത്തും തമ്മിൽ പരിചയത്തിലായിരുന്നു. ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് സംഭവം ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ പരിചയത്തിലായിരുന്നു. ഈ പെൺകുട്ടിയുടെ ബന്ധുവായ മനോജ് എന്നയാൾ ഈ പെൺകുട്ടി ഫോണിൽ മെസ്സേജ് അയക്കുന്നതും മറ്റുമൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും ഇതിനെപ്പറ്റി ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്നലെ ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് തിരുവല്ലത്തുള്ള ജഡ്ജിക്കുന്നിൽ ഈ പെൺകുട്ടി ഇയാളെ വിളിച്ചു വരുത്തുന്നു. ഈ 50 വയസ്സുകാരനെ വിളിച്ചു വരുത്തുന്നു. ആ ജഡ്ജിക്കുന്നിലെ ആ ഗ്രൗണ്ടിൽ ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ മനോജും അവരുടെ 3 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് ഇവർ സംസാരിച്ച് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 50 വയസ്സുകാരനോട്, അതായത് റഹീമിനോട് പറയുകയും ചെയ്യുന്നു. പക്ഷേ റഹീം അതിന് തയ്യാറായില്ല. ഇതിന് പിന്നാലെ ക്രൂരമായി റഹീമിനെ മർദ്ദിക്കുകയായിരുന്നു. മനോജും മനോജിന്റെ സുഹൃത്തുക്കളായ 3 പേരും കൂടി ചേർന്നാണ്. കൂടുതൽ പേരുണ്ടോ എന്നുള്ള കാര്യം പോലീസിൽ നിന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത 4 പേരെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മനോജും മനോജിന്റെ ഒപ്പം ഉണ്ടായിരുന്ന 3 പേരും. ഇവർ ക്രൂരമായി മർദ്ദിച്ചു. വലതു കൈ അടിച്ചൊടിച്ചു, വലതു കാലടിച്ചൊടിച്ചു. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ മർദ്ദനത്തിന് ശേഷം ഈ മനോജും ഒപ്പമുണ്ടായിരുന്ന സംഘവും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് തിരുവല്ലം പോലീസ് അന്വേഷിച്ചതിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.